ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ രാവിലത്തേക്ക് പുട്ടിന് വേണ്ടി കറി ഉണ്ടാക്കാൻ പോവുകയാണ്. സോയാബീൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ സവാള, തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് മുട്ട, സോയാബീൻ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പത്തേക്ക് എടുത്ത് വെച്ചു. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞങ്ങൾ ചില്ലിൻ്റെ കോപ്പയിൽ കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത്തിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ വാടി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പിടാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിനെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിന് നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഇനി ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് മുരിഞ്ഞ് വരണം. അതിൻ്റെ കുത്തൊക്കെ മാറിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. ഒരു ലേശം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് മുട്ടയും സോയാബീൻ കൂടി ഇടാട്ടോ. ഇട്ടോട്ടാ. മുട്ടയിട്ടു. നല്ല രസമുണ്ട് വീടിനാണ് അനക്ക. ഇനി സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട് കഴിഞ്ഞു ഞാൻ ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോയാ മുട്ടറി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെച്ചോ. ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. കറി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ ഞങ്ങൾ ഒന്ന് കഴിക്കട്ടെ.